താങ്ക് യു ജീസസ്. പാസ്റ്റർ സാം, പ്രൈം കേരള ടീം എല്ലാവർക്കും പുത്തൻ കുരിശിലുള്ള റാഫ കുടുംബത്തിൻ്റെ വിശേഷമായി വന്ദനം അറിയിക്കുന്നു. കർത്താവ് നമ്മെ എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ. വാസ്തവമായി നിങ്ങൾ എത്ര പേർക്ക് സന്തോഷമുണ്ട്? പോരാ പോരാ പോരാ, ആർത്ത് വിളിച്ച് പത്രോസിനെ കുറിച്ചും യോഹന്നാനെ കുറിച്ചും അപ്പസ്തോല പ്രവൃത്തികളുടെ പുസ്തകം 4-ാം അധ്യായം 13-ാമത്തെ വാക്യത്തിൽ നമ്മൾ വായിച്ചു കേട്ടത് ഇങ്ങനെയായിരുന്നു: അവർ സാധാരണക്കാരായിരുന്നു. അവർ സാധാരണക്കാരായിരുന്നു. എല്ലാവരും അവിടെ ഇരുന്ന് ഇങ്ങനെ പറഞ്ഞ് സാധാരണക്കാരായിരുന്നു. ഇങ്ങനെയല്ല, അവർ സാധാരണക്കാരായിരുന്നു. ഹല്ലേലൂയ. സാധാരണക്കാരായിരുന്നു. വാ തുറന്ന് പറഞ്ഞ് സാധാരണക്കാരായിരുന്നു. നമ്മൾ സമ്മതിക്കുന്നില്ല സാധാരണക്കാരാണെന്ന്. അതാ ഹല്ലേലൂയ. അവർ സാധാരണക്കാരായിരുന്നു. സാധാരണക്കാരെ തൻ്റെ ആത്മാവ് കൊണ്ട് നിറയ്ക്കുന്ന യേശു കർത്താവ്. 2, അവരെക്കുറിച്ച് പറയുന്നു, അവർക്ക് ഭയങ്കര ധൈര്യമായിരുന്നു. ജീവിതത്തിലെ ഏതു വെല്ലുവിളികൾ വന്നാലും, എത്ര വലിയ പ്രതിസന്ധികളിലൂടെ അവർ കടന്നു പോകേണ്ടി വന്നാലും അവർക്ക് ഭയങ്കര ധൈര്യമാണ്. ഹല്ലേലൂയ. ഈ ധൈര്യം അവർക്ക് എവിടെ നിന്ന് കിട്ടി? ലോകത്തിൽ ഉള്ളവനേക്കാൾ വലിയവൻ അവരുടെ അകത്തുണ്ടായിരുന്നു. നിങ്ങളിൽ എത്ര പേർക്ക് അങ്ങനെ വിശ്വസിക്കുവാൻ കഴിയും? ലോകത്തിൽ ഉള്ളവനേക്കാൾ വലിയവൻ എൻ്റെ അകത്തുണ്ട്. ഹല്ലേലൂയ. അടുത്തിരിക്കുന്ന കരങ്ങളെ പിടിച്ചിട്ട് പറ, ലോകത്തിൽ ഉള്ളവൻ. വാ തുറന്ന് പറയണം കേട്ടോ. ലോകത്തിൽ ഉള്ളവനേക്കാൾ. പോരാ, ഭക്ഷണം കഴിക്കുന്നതിനേക്കാൾ മുമ്പ് ഇത്രയും ശബ്ദം ഉണ്ടായിരുന്നു നിങ്ങൾക്ക്. ഭക്ഷണം കഴിച്ചു കഴിഞ്ഞപ്പോൾ ശബ്ദം കുറഞ്ഞു. പ്രൈസ് ദി ലോർഡ്. ഉറക്കെ പറഞ്ഞ്, ലോകത്തിൽ ഉള്ളവനേക്കാൾ വലിയവൻ എൻ്റെ അകത്ത് ഉണ്ട്. വേറൊരാൾക്കാരൻ കൊടുത്തിട്ട് പറ, ലോകത്തിൽ ഉള്ളവനേക്കാൾ വലിയവൻ എൻ്റെ എല്ലാവരും തലയിലേക്ക് കൈവച്ച് എൻ്റെ അകത്ത് ഉണ്ട്. വിശ്വസിക്കുന്നോ? ഈ ചിന്ത നിങ്ങളുടെ അകത്ത് വന്നാൽ ലോകത്തിലുള്ള ഒരു ശക്തിക്കും നിങ്ങളെ തൊടുവാൻ കഴിയത്തില്ല. ഒരു രോഗത്തിനോ ഒരു പ്രതിസന്ധികൾക്കോ ഒന്നിനും നിങ്ങളെ തൊടുവാൻ കഴിയത്തില്ല. ഹല്ലേലൂയ. പത്രോസിനെ കുറിച്ചും യോഹന്നാനെ കുറിച്ചും പരിശുദ്ധാത്മാവ് രേഖപ്പെടുത്തി വെച്ചിരിക്കുന്നത് ഇവർക്ക് സാധാരണയിൽ കവിഞ്ഞ ധൈര്യമുണ്ടായിരുന്നു. ഈ പ്രാർത്ഥനാ പന്തലിൽ കയറിയ ശേഷം നിങ്ങൾക്ക് എത്ര പേർക്ക് ധൈര്യമുണ്ട്? ഏത് പ്രശ്നം വന്നാലും എന്നെ തോൽപ്പിക്കാൻ കഴിയത്തില്ല. 4-1 പോലും കരം ഉയർത്തിയിട്ടില്ല ഒന്നിനും. അപ്പോൾ ഈ ധൈര്യം എങ്ങനെ കിട്ടി? മക്കളെ കുറിച്ച് ഭയപ്പെടുന്നവരിനകത്തിരിപ്പുണ്ട്. ജീവിതത്തിലെ പല പ്രശ്നങ്ങളും, വിട്ടുപോയ പ്രശ്നം പലതും തിരിച്ചു വരുമോ എന്ന് പേടിച്ച് ഇതിനകത്തിരിപ്പുണ്ട്. സത്യമല്ലേ? ഹലോ, ആരും മുഖത്ത് നോക്കുന്നില്ലല്ലോ. ഈ പോയ സാധനം വരുമോ? പോയതൊന്നും വരത്തില്ല. പ്രൈസ് ദി ലോർഡ്. ആ പോയതൊന്നും നിങ്ങൾക്ക് വരാതിരിക്കണമെങ്കിൽ ഇന്ന് പകൽ ഈ പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയുടെ അടുത്ത ലെവലിൽ നിങ്ങൾ കയറണം. അടുത്ത ലെവലിൽ. ഹലോ, അടുത്ത ലെവലിലേക്ക് നിങ്ങൾ പ്രവേശിക്കണം. ഈ 10-15 മിനിറ്റിനുള്ളിൽ അടുത്ത ലെവലിലേക്ക് നമ്മൾ കയറാൻ പോകുക. ആമേൻ, ആമേൻ. അപ്പോൾ വിശ്വസിക്കുന്നവരുടെ മേൽ ഈ പരിശുദ്ധാത്മ വരും. അപ്പോൾ എന്ത് സംഭവിക്കും? ശക്തി നമുക്ക് കിട്ടും എന്ന് യേശു കർത്താവ് തൻ്റെ ശിഷ്യന്മാരോട് പറഞ്ഞ ശേഷം നമുക്കറിയാം. യോഹന്നാൻ സുവിശേഷത്തിൽ യേശു കർത്താവ് പറയുന്നത് ഇങ്ങനെയാ: ഞാൻ പോകുന്നത് പ്രയോജനം. എൻ്റെ കാര്യമല്ല. പ്രൈസ് ദി ലോർഡ്. ഞാൻ പോകുന്നത്, യേശു കർത്താവ് പോകുന്നത് പ്രയോജനം. പോയാൽ പോയാൽ മറ്റൊരു കാര്യസ്ഥൻ. ഹല്ലേലൂയ. മറ്റൊരു കാര്യസ്ഥൻ, ഈ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരും.
യേശു ആമേ പോയി കഴിഞ്ഞാൽ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരും. അവൻ വന്നു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? അവൻ വന്നു കഴിഞ്ഞാൽ അവൻ നിങ്ങളെ സകല സത്യത്തിലും വഴി നടത്തും. ഇതാരാ പറഞ്ഞതാ? യേശു കർത്താവ് പറഞ്ഞു. യേശു കർത്താവ് പറഞ്ഞതെല്ലാം അങ്ങനെ നടന്നിട്ടുണ്ടോ? ഇരിക്കുന്നവർക്ക് എന്നോട് ഭയങ്കര വിഷമാണെന്ന് തോന്നുന്നു. ഹല്ലേലൂയ. ഊണ് കഴിച്ചിട്ടും പുള്ളി പോയില്ല, വീണ്ടും കയറിയിരിക്കുക ആണോ? പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നിങ്ങൾ കുറേ സഹോദരന്മാർക്ക് എന്നോട് എന്തൊരു വിഷമമുണ്ടല്ലോ. ഞാൻ നിങ്ങൾ എന്തെങ്കിലും മേടിച്ചിട്ടുണ്ടോ? നിങ്ങളുടെ കയ്യിൽ നിന്ന് ഇത് മേടിച്ചിട്ടുണ്ടോ? തിരിച്ചു തരാതിരുന്നിട്ടില്ലല്ലോ. മേടിച്ചിട്ടുമില്ല, തിരിച്ചു തരാനില്ല താനും. പിന്നെ ഇത്ര വിഷമം എന്താ നിങ്ങൾക്ക് എന്നോട്? പ്രൈസ് ദി ലോർഡ്. ഞാൻ പോകുന്നത് പ്രയോജനം. ഞാൻ പോയാൽ മറ്റൊരു കാര്യസ്ഥൻ നിങ്ങളുടെ മേൽ വരും. ഇതാര് പറഞ്ഞതാ? യേശു പറഞ്ഞതാ. യേശു കാറ്റിനെ നോക്കി പറഞ്ഞു, ശാന്തമാകുക. കാറ്റ് നിന്നു. അത്തിമരത്തെ നോക്കിയിട്ട് പറഞ്ഞു, അത്തിമരം ഉണങ്ങിപ്പോയി. ഒരുത്തന്റെ ചെവിയിലേക്ക് വിരലിട്ടിട്ട് യേശു പറഞ്ഞു, എഫാത്ത, തുറന്നു വരിക. അവന്റെ ചെവി തുറന്നു. ഹല്ലേലൂയ. യേശു എന്തെല്ലാം പറഞ്ഞിട്ടുണ്ടോ അതെല്ലാം നടന്നിട്ടുണ്ട്. നല്ല ആമേൻ പറ, നല്ല ആമേൻ പറ. യേശു എന്തെല്ലാം പറഞ്ഞിട്ടുണ്ടോ അതെല്ലാം നടന്നിട്ടുണ്ട്. നിന്റെ കുടുംബത്തിന്റെ ചരിത്രം മാറുമെന്ന് യേശു പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്ന് മുതൽ പറഞ്ഞ ഫ്രാക്ഷൻ സെക്കൻഡ് മുതൽ നിന്റെ കുടുംബത്തിന്റെ ചരിത്രത്തെ അവൻ മാറ്റി തുടങ്ങുക. സ്വീകരിച്ചോ. മാറുമെന്ന് പറഞ്ഞാൽ അവൻ എന്തു പറഞ്ഞിട്ടുണ്ടോ? മേൽക്കൂര പൊളിച്ചുകൊണ്ട് ഒരുത്തനെ ഇങ്ങോട്ട് ഇറങ്ങുന്ന സമയത്ത് യേശു അവരുടെ വിശ്വാസം കണ്ടിട്ട് അവനോട് പറഞ്ഞ് കിടക്കയെടുത്ത് നടക്കാം. ഉടനെ അവൻ കിടക്കയെടുത്ത് നടന്നു. 40 വർഷമായിട്ട് ഒരുത്തൻ കുളക്കരയിൽ കിടക്കുക. ഉരുണ്ടുപോയാൽ പോലും വെള്ളത്തിൽ വീഴേണ്ട സമയം പണ്ടേ കഴിഞ്ഞതാ. പാരമ്പര്യം പറഞ്ഞുകൊണ്ട് വല്യപ്പച്ചൻ അവിടെ തന്നെ കിടക്കുക. യേശു ചോദിച്ചു, നിനക്ക് മനസ്സുണ്ടോ? ഹല്ലേലൂയ. അവൻ പറഞ്ഞത് എന്താ? എന്നെ ഇറക്കാൻ ആരുമില്ല. എന്നാൽ യേശു പറഞ്ഞു, കിടക്കയെടുത്ത് നീ നടക്ക. അവൻ എടുത്ത് നടന്നു. ഇന്ന് പകൽ പന്തലിരിക്കുന്നവരോട് ഞാൻ പറയട്ടെ, യേശു എന്ത് പറഞ്ഞിട്ടുണ്ടോ അത് അവൻ നടന്നിട്ടുണ്ട്. നിന്നെ നോക്കി ഇന്ന് പകൽ യേശു പറയുക, എന്റെ ആത്മാവിനെ നിന്റെ മേൽ ഞാൻ പകരും. യേശു നിന്നെ നോക്കിയത് പറയുമ്പോൾ ഇന്ന് പകരുകയാ. ഈ സെക്കൻഡിൽ അത് പകരുകയാ. ഇപ്പോൾ തന്നെ പകരുകയാ. നിന്റെ മേലത് പകരുകയാ. വിശ്വസിക്കുന്ന ഒരു ആർത്തു വിളിച്ച് ആമേൻ പറഞ്ഞേ. പകരുമെന്ന് പറഞ്ഞാൽ അവൻ പകർന്നിരിക്കും. അതുകൊണ്ട് യേശു പറഞ്ഞു, ഞാൻ പോകുകയാണ്. ഞാൻ പോകുന്നത് പ്രയോജനം. ഞാൻ പോകുന്നത് നഷ്ടമല്ല, നിനക്ക് അധികം പ്രയോജനമാ. മറ്റൊരു കാര്യസ്ഥൻ, പരിശുദ്ധാത്മാവെന്ന കാര്യസ്ഥൻ നിന്റെ മേൽ വരും. തലയിലേക്ക് കൈ വെച്ചിട്ട് പറഞ്ഞു, എൻ്റെ മേൽ വരും. ഉറക്കെ പറഞ്ഞ് എൻ്റെ മേൽ വരും. നിങ്ങൾക്കറിയാവോ, നമ്മുടെ വാ തുറന്ന് എന്ത് പറയുന്നോ അത് സംഭവിക്കും. മിണ്ടാതിരുന്നാൽ ഒന്നും സംഭവിക്കത്തില്ല. മിണ്ടിയാൽ വല്ലത് സംഭവിക്കും. നാവിന്മേൽ എന്തുണ്ട്? ബഹളമല്ല നാവിന്മേലുള്ളത്, ജീവനും മരണവും. ഞാൻ എന്തു പറയും? എൻ്റെ മേൽ തലയിൽ കൈ വെച്ചിട്ട് പറയും, എൻ്റെ മേൽ ആത്മാവ് വരുമെന്ന് പറഞ്ഞാൽ ആത്മാവ് വരും. വരാതെ നീ ഉറങ്ങിയിരുന്നാൽ പോലും നിന്റെ മേൽ വന്നു കയറും. ഹല്ലേലൂയ. ഞാൻ എന്തു പറയുന്നോ അത് ചെയ്യും. ദൂതന്മാർ ഇതിനകത്ത് ഇറങ്ങി നിൽക്കുകയാ. എന്തിനു വേണ്ടിയാണെന്നറിയാമോ? ഞാൻ എന്തു പറയുന്നോ അതെന്നിൽ ചെയ്യാൻ വേണ്ടി. ഞാൻ എന്ത് പറയുന്നോ അതെന്നിൽ ചെയ്യുവാൻ വേണ്ടി. യേശു കർത്താവ് പറഞ്ഞു, ഞാൻ പോകുന്ന പ്രയോജനം, പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും. നീ സകല സത്യത്തിലും വഴി നടത്തും. ആര്? പരിശുദ്ധാത്മാവ് നിന്നെ സകല സത്യത്തിലും വഴി നടത്തും. ഹല്ലേലൂയ. ഒരു ചിറക് ആമേൻ പ്രാർത്ഥനയും മറ്റൊന്ന് ആമേൻ ആരാധനയാണെന്ന് പറഞ്ഞാൽ, ഈ പ്രാർത്ഥനയും ആരാധനയും നിന്റെ മേൽ സംഭവിക്കണമെങ്കിൽ പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരണം. പരിശുദ്ധാത്മ വന്നില്ലെങ്കിൽ നീ പ്രാർത്ഥിക്കാൻ തുടങ്ങുമ്പോൾ നിനക്ക് തോന്നുമോ നിർത്തിയേക്കാന്ന്? പക്ഷെ നിനക്ക് നിർത്താൻ തോന്നും. എന്നാൽ പരിശുദ്ധാത്മ വന്നു കഴിഞ്ഞാൽ നിനക്ക് നിർത്താൻ തോന്നത്തില്ല. മനസ്സിലാകുന്നോ? നിനക്ക് നിർത്താൻ തോന്നിയാലും നിനക്ക് നിർത്താൻ കഴിയാത്ത വിധത്തില് പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും. ഹല്ലേലൂയ. ഇങ്ങനെ ഒടുവിൽ യേശു കർത്താവ് ആമേൻ ദൈവരാജ്യത്തെ കുറിച്ച് പ്രസംഗിച്ചിട്ട് പറഞ്ഞു, പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും, അപ്പോൾ നിനക്ക് ശക്തി കിട്ടും. ശേഷം ഇവരെല്ലാം കൂടെ എവിടെ കയറിയിരുന്നു? പ്രേം കേരളയുടെ പന്തലിനകത്തേക്ക് കയറിയിരുന്നു. ഹല്ലേലൂയ. എവിടെയാ കയറിയിരുന്നേ? ഇതൊരു മാളിക മുറിയ. പ്രൈസ് ദി ലോർഡ്. അടുത്തൊരു കാര്യം പഠിച്ചു, ഇത് മാളിക മുറിയ.
പറ 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 ഇത് മാളിക മുറി. എത്ര പേർക്ക് നിങ്ങളുടെ വീട്ടിൽ ആരെങ്കിലും ചോറുണ്ട് ചുടനെ എന്ന് പ്രാർത്ഥിച്ച് ആരെങ്കിലും ഇതിനകത്തിരിപ്പുണ്ടോ? ഭക്ഷണം കഴിച്ച ഉടനെ ആരെങ്കിലും ഇതിനകത്ത് പ്രാർത്ഥിക്കാൻ കയറിയവരാരെങ്കിലും ഉണ്ടോ? ആ പ്രാർത്ഥന നടക്കണമെങ്കിൽ മാളിക മുറിക്കകത്തേ പറ്റൂ. ഹല്ലേലൂയ. അടുത്തിരിക്കുന്നവരോട് ചിരിച്ചുകൊണ്ട് കരം കൊടുത്തിട്ട് ഇത് മാളിക മുറിയ. ഒന്ന് ചിരിക്കുന്നേ, ഒന്ന് ചിരിച്ചേ, ഇത് മാളിക മുറിയ. ശ്രദ്ധിച്ചു കേട്ടോ. പ്രൈസ് ദി ലോർഡ്. അവർ സാധാരണക്കാരായിരുന്നു. അവർക്ക് ഭയങ്കര ധൈര്യം വന്നു. അവർക്ക് എങ്ങനെയാണ് ഈ ധൈര്യം വന്നത്? ഹല്ലേലൂയ. അവർ വെറും സാധാരണ ഒരു കൊച്ചു പെൺകുട്ടിയുടെ ചോദ്യത്തിന് മുമ്പിൽ പോലും യേശു കർത്താവിനെ കുറിച്ച് തള്ളി പറഞ്ഞവനാ ഈ മാളിക മുറിക്കകത്ത് കയറിയിരിക്കുന്നത്. ഭയങ്കര പേടിത്തൊണ്ടന, ഭയങ്കര ഭയം. ദൈവത്തിൻ്റെ ആത്മാവിനോട് പറയുന്നത്, ഭയമുള്ള ചിലരെ ഇന്ന് പകൽ ദൈവാത്മാവ് തൻ്റെ ശക്തിയെ പകർന്ന് ആ ഭയം പുറത്തു പോകാൻ പോവുക. എന്ത് തുടങ്ങാനും എന്ത് ചെയ്യാനും അമ്മ സകലത്തെക്കുറിച്ചും ഭയമാ. പക്ഷെ പരിശുദ്ധാത്മാവിന്റെ ശക്തി നിന്റെ മേൽ വന്നാൽ, നിങ്ങളുടെ മേൽ വന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ ഭയം മാറും. നല്ല ആമേ പറഞ്ഞോ. ഹല്ലേലൂയ. ഒരു വിശദീകരണമില്ല, അതിനുള്ള സമയമല്ല, വിശദീകരണമില്ലാതെ തന്നെ പറയട്ടെ. അങ്ങനെ അവർ മാളിക മുറിക്കകത്ത് കയറിയിരിക്കുക. എത്ര ദിവസം? 10 ദിവസം ഇവർ കയറിയിരിക്കുമ്പോൾ അന്നത്തെ സാഹചര്യത്തിൽ 120 പേർക്ക് ഇരിക്കുവാനുള്ള സ്ഥലം അതിനകത്തില്ല. ഹല്ലേലൂയ. 60-70 പേരൊക്കെ ഇരുന്നു. ബാക്കിയുള്ളത് 50-60 പേരൊക്കെ ആമേൻ എഴുന്നേറ്റു നിന്നു. നമ്മെപ്പോലെ ഇങ്ങനെ റിലാക്സ് ചെയ്തിരിക്കുകയല്ല. അവരങ്ങനെ എഴുന്നേറ്റൊക്കെ നിന്നു. ഹല്ലേലൂയ. ഇങ്ങനെ സമയം അങ്ങനെ ചെലവഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ എന്തിനു വേണ്ടിയായി ഇവർ ഇരിക്കുന്നത്? യേശു പറഞ്ഞൊരു വാഗ്ദത്തമുണ്ട്. പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും. ഇവർക്ക് ഒറ്റ ലക്ഷ്യമേ ഉള്ളൂ, പരിശുദ്ധാത്മാവ്. ഇന്ന് ഉച്ച കഴിഞ്ഞത്തെ ഈ ആരംഭ സെഷനിൽ നിങ്ങൾക്ക് ഒറ്റ ലക്ഷ്യമേ ഉണ്ടാകാവൂ. ഹല്ലേലൂയ. നിനക്ക് ജോലി കിട്ടുമോ എന്നുള്ളതല്ല എൻ്റെ വിഷയം. ഹല്ലേലൂയ. നിന്റെ മേൽ പരിശുദ്ധാത്മാവ് വരിക എന്നുള്ളതാണ് വിഷയം. ഒരൊറ്റ ലക്ഷ്യം, നിങ്ങളുടെ മുമ്പിൽ ഒരൊറ്റ ലക്ഷ്യമേ ഉള്ളൂ, അത് പരിശുദ്ധാത്മാവാ. എൻ്റെ രോഗം മാറുമോ? ഹല്ലേലൂയ. പരിശുദ്ധാത്മാവ് വന്നാൽ നിന്റെ രോഗം മാറും. നിന്റെ ബന്ധനം അഴിയുമോ? പരിശുദ്ധാത്മാവ് വന്നാൽ നിന്റെ ബന്ധനം അഴിയും. നിനക്ക് മുമ്പിൽ വഴികൾ തുറക്കപ്പെടുമോ? പരിശുദ്ധാത്മാവ് വന്നാൽ വഴികൾ തുറക്കപ്പെടും. അങ്ങനെ ഇവർ മാളിക മുറിക്കകത്ത് കയറിയിരിക്കുന്ന മാളിക മുറിക്കകത്ത് 10ാമത്തെ ദിവസം ഹല്ലേലൂയ നൊടിയിടയിൽ പരിശുദ്ധാത്മാവ് അവരുടെ മേൽ വന്നു. ഹല്ലേലൂയ. ആ പരിശുദ്ധാത്മാവ് വന്ന ഇവർ അവിടെ നിന്നും എഴുന്നേറ്റ് ഈ മാളിക മുറിക്കകത്ത് നിന്നും അവർ പുറത്തു വന്നത് എങ്ങനെയായിട്ടാണ്? അവർ പുറത്തു വന്നത് ധൈര്യമുള്ളവരായിട്ട്. മാളിക മുറിക്കകത്ത് വെച്ച് ധൈര്യത്തെ ഇവിടെ ഭയത്തെ കളയുവാനുള്ള എന്തെങ്കിലും ചെയ്തോ? ഒന്നും ചെയ്തില്ല. പകരം എന്ത്? ആ ഭയത്തിന്റെ മീതെ, ആ ഭയത്തെ വഹിച്ചുകൊണ്ടിരിക്കുന്ന ഈ മനുഷ്യന്റെ മീതെ എന്തിറങ്ങി വന്നു? പരിശുദ്ധാത്മാവ് ദൈവം ഇറങ്ങി വന്നു. ഇന്ന് പകലിൽ ഈ പന്തലിരിക്കുന്ന ദൈവത്തിന്റെ പൈതലേ, നിന്റെ വിഷയം എന്തുമായിക്കൊള്ളട്ടെ, നിന്റെ സാഹചര്യങ്ങൾ എന്തുമായിക്കൊള്ളട്ടെ, ഏത് സാഹചര്യങ്ങളെ കണ്ടുകൊണ്ടാണ്, ഏത് ഭയത്തെ കണ്ടുകൊണ്ടാണ്, ഏത് അസാധ്യതകളുടെ നടുവിലാണ് ഒറ്റപ്പെട്ട് ഈ പന്തലിനകത്ത് ഇവിടെ വന്ന ധ്യാനത്തിനിരുന്നാൽ, ഈ പ്രൈം കോൺഫറൻസിൽ പങ്കെടുത്താൽ എനിക്കൊരു മാറ്റം ഉണ്ടാകുമെന്ന് വിചാരിച്ചാണോ ഇന്ന് പകൽ ഈ കസേരകളിൽ വന്നിരുന്ന ഈ ശബ്ദം കേട്ടുകൊണ്ടിരിക്കുന്നത്? എങ്കിൽ നിങ്ങളുടെ മേല് ഈ പരിശുദ്ധാത്മാവ് ദൈവം ഇപ്പോൾ ഇറങ്ങി വരികയാണ്. ഈ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ ഇറങ്ങി വരുമ്പോൾ നിങ്ങളെ തടയുവാൻ, നിങ്ങളെ പിടിച്ചു നിർത്തുവാൻ ഒരു ശക്തിക്കും കഴിയത്തില്ല. അവിടെ ഇരുന്നു കൊണ്ട് നിങ്ങൾ പ്രതികരിക്കാൻ തയ്യാറായാൽ, പ്രതികരിച്ചു തുടങ്ങാൻ തയ്യാറായാൽ, നിങ്ങളുടെ പ്രതികരണത്തിനകത്ത് പരിശുദ്ധാത്മാവ് ദൈവം നിങ്ങൾക്ക് വേണ്ടി ചലിച്ചു തുടങ്ങുന്നു. പ്രതികരിച്ചു തുടങ്ങുക. നിങ്ങളെ ഒരു സൈന്യമാക്കി മാറ്റുവാൻ, നിങ്ങളുടെ കഴിവുകൾക്ക് നിങ്ങളെ സൈന്യമാക്കി മാറ്റുവാൻ കഴിയില്ല. നിങ്ങളുടെ കഴിവുകൾ കൊണ്ട് നിങ്ങളെ ശക്തരാക്കി മാറ്റുവാൻ കഴിയത്തില്ല. ഹല്ലേലൂയ. നിങ്ങളുടെ കഴിവുകൾ കൊണ്ട് നിങ്ങളുടെ ബലഹീനതകൾ പുറത്തേക്ക് ഇറങ്ങി പോകത്തില്ല. എന്നാൽ നിങ്ങളുടെ ശക്തി കൊണ്ട് നിങ്ങൾക്ക് കഴിയാത്തത് ഇന്ന് പകൽ പരിശുദ്ധാത്മാവ് ദൈവം നിങ്ങൾക്ക് വേണ്ടി ചെയ്യും. ആ കരങ്ങളെ ഉയർത്തി പറയുക, ഈ പരിശുദ്ധാത്മാവിനെ എനിക്ക് വേണം. വായ്കളെ തുറന്ന് പറയും, ഈ പരിശുദ്ധാത്മാവിനെ എനിക്ക് വേണം. അല്പസെക്കൻഡുകൾ പറയുക, പരിശുദ്ധാത്മാവിനെ എനിക്ക് വേണം. പറഞ്ഞോട്ടെ സഹോദരിമാർ, വായ്കളെ തുറന്ന് പറഞ്ഞോട്ടെ, ഈ പരിശുദ്ധാത്മാവിനെ
എല്ലാവരും എഴുന്നേൽക്കുക, എല്ലാവരും എഴുന്നേറ്റാട്ടെ. ആ സ്ഥാനങ്ങൾ നിങ്ങൾ എഴുന്നേറ്റ് നിൽക്കുക. ഇരു കരങ്ങളെ സ്വർഗത്തിലേക്ക് ഉയർത്തിക്കേ, ഇരു കരങ്ങളെ സ്വർഗത്തിലേക്ക് ഉയർത്തിക്കേ. എന്നിട്ട് ആ വായികളെ തുറന്ന് വിളിച്ച് പറയാമോ, എനിക്ക്, കമോണുറക്കെ പറയാ, എനിക്ക് ഈ പരിശുദ്ധാത്മാവിനെ, ഈ പരിശുദ്ധാത്മാവിനെ എനിക്ക് അധികം അധികം ഇപ്പോൾ തന്നെ, ഇപ്പോൾ തന്നെ വേണം, വേണം, വേണം. ആർത്ത് വിളിച്ച് പറ, ആവർത്തിച്ച് പറ, എനിക്ക് ഈ പരിശുദ്ധാത്മാവിനെ വേണം. ഈ പന്തല് മുഴുവനും ഒറ്റ ശബ്ദം, ഒറ്റ ശബ്ദം. നിന്റെ തകർച്ചകളെ മാറ്റുവാൻ, ആമേൻ, നിന്റെ ജീവിതത്തിലെ പരാജയങ്ങളെ മാറ്റുവാൻ, ആ ദുഃഖങ്ങളെ മാറ്റുവാൻ, ആ കണ്ണുനീരുകളെ മാറ്റുവാൻ, അല്ല ദേശങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ ഇന്ന് പകൽ എനിക്ക് വേണ്ടത് പരിശുദ്ധാത്മാവിനെ, പരിശുദ്ധാത്മാവിനെ. പറഞ്ഞേ പറ, 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 പറ. വായ്കളെ തുറന്ന് പറ, വായ്കളെ തുറന്ന് പറ. ദൈവത്തിന്റെ ആത്മാവ് ചിലരുടെ മേൽ ഇറങ്ങി തുടങ്ങുകയാണ്, ഇറങ്ങി തുടങ്ങുകയാണ്. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ നിങ്ങളത് പ്രാപിച്ചേ. വായ്കളെ തുറന്ന് പ്രാപിച്ചേ, വായ്കളെ തുറന്ന് പ്രാപിച്ചേ. ഇന്ന് പകൽ, ഇന്ന് പകൽ അത് പ്രാപിച്ചു തുടങ്ങിക്കേ. ഈ ശക്തിയേറിയ പരിശുദ്ധാത്മാവിനെ പത്രോസ് എന്ന മനുഷ്യന്റെ, യോഹന്നാൻ എന്ന മനുഷ്യന്റെ ഭയത്തെ എടുത്ത് പുറത്തു കളഞ്ഞ, ഭയത്തെ എടുത്ത് പുറത്തു കളഞ്ഞ ആ സെയിം സ്പിരിറ്റ്, അതേ ആത്മാവ്, അതേ ആത്മാവ്, അതേ ആത്മാവ്. We give you praise. ചലിക്കട്ടെ, ചലിക്കട്ടെ, ചലിക്കട്ടെ. പ്രതികരിച്ചു തുടങ്ങിക്കേ, പ്രതികരിച്ചു തുടങ്ങിക്കേ. മാളിക മുറിക്കകത്തിരുന്ന ഈ സഹോദരങ്ങൾ പ്രതികരിക്കാൻ തുടങ്ങിയപ്പോൾ, അവർ അതിനകത്തിരുന്ന സമയം ചെലവഴിക്കുവാൻ തുടങ്ങിയപ്പോൾ, അവർ അതിനകത്തിരുന്ന് പ്രാർത്ഥിക്കുവാൻ തുടങ്ങിയപ്പോൾ, അതിനകത്തിരുന്ന് അവർ സ്വപ്നം കാണുവാൻ തുടങ്ങിയപ്പോൾ, അവരുടെ മേൽ പരിശുദ്ധാത്മാവ് വരുന്നതായിട്ട് അവർ കാണുവാൻ തുടങ്ങിയപ്പോൾ, പരിശുദ്ധാത്മാവാം ദൈവം അവരുടെ മേൽ ചലിച്ചു തുടങ്ങി, ചലിച്ചു തുടങ്ങി, ചലിച്ചു തുടങ്ങി, ചലിച്ചു തുടങ്ങി. ലോകത്തിന് കഴിയാത്തത്, ഒരു വലിയ സമൂഹത്തിന് കഴിയാത്തത് അവരിലൂടെ പരിശുദ്ധാത്മാവ് ചെയ്യുവാൻ തുടങ്ങി. നീ ഒരു പക്ഷെ പരാജിതനായിട്ടായിരിക്കാം ഈ പന്തലിലേക്ക് ഓടിക്കൊന്ന് കയറിയത്. ഇനി ഒരൊറ്റ സമയ സാഹചര്യം പോലും നിന്റെ മുമ്പില്ലായിരിക്കും. പക്ഷെ അങ്ങനെ ഇരിക്കുമ്പോഴായിരിക്കും ധ്യാനയോഗത്തെ കുറിച്ച് കേട്ട് ഈ പന്തലിനകത്തേക്ക് നീ ഓടി വന്നത്. എന്നാൽ ഇന്ന് പകൽ പരിശുദ്ധാത്മാവ് പറയുന്നു, എന്റെ ശക്തി നിന്റെ മേൽ ആവസിക്കുവാൻ പോവുകയാ. മരുഭൂമിയെ മലർവാടിയാക്കുവാൻ, മരുഭൂമിയെ പൂന്തോട്ടമാക്കി മാറ്റുവാൻ ഈ പരിശുദ്ധാത്മാവിന്റെ ശക്തി നിങ്ങളുടെ മേൽ ഇറങ്ങുകയാ, നിങ്ങളുടെ മേൽ ഇറങ്ങുകയാ, നിങ്ങളുടെ മേൽ ഇറങ്ങുകയാ. താങ്ക് യു ഹോളി സ്പിരിറ്റ്. ഹല്ലേലൂയ. എല്ലാവരും ഇവിടെ ശ്രദ്ധിച്ച്, എല്ലാവരും നിങ്ങളുടെ അടുത്തിരിക്കുന്നവർക്ക് നിങ്ങളുടെ രണ്ട് കരങ്ങളും കൊടുത്തേ. ഫേസ് ടു ഫേസ്, മുഖത്തോട് മുഖം, രണ്ട് കരങ്ങളും കൊടുത്തേ. രണ്ട് കരങ്ങൾ, രണ്ട് കരങ്ങൾ ചേർത്ത് പിടിക്കുക. രണ്ട് കരങ്ങൾ ചേർത്ത് പിടിച്ച് അവരുടെ മുഖത്തേക്ക് നോക്കി. ഈ പരിശുദ്ധാത്മാവിനെ നിങ്ങളുടെ അടുക്കൽ നിൽക്കുന്ന വ്യക്തിക്ക് കൈമാറി പ്രാർത്ഥിക്കുവാൻ പോവുകയാണ്. ഇത് വെറും ഒരു പ്രാർത്ഥനയല്ല, കൈമാറി പ്രാർത്ഥിക്കുവാൻ പോവുകയാ. തുടങ്ങിക്കോ. ഓരോ വ്യക്തികളും അടുത്തിരിക്കുന്ന കരങ്ങളെ കൊടുത്തിട്ട് പറ, വാ തുറന്നേ സിസ്റ്റർ, വായികളെ തുറന്നേ സഹോദരി, സഹോദര വായികളെ ഒന്ന് തുറന്നേ. പ്രാർത്ഥിച്ചു തുടങ്ങിക്കേ, പ്രാർത്ഥിച്ചു തുടങ്ങിക്കേ. ഒരു വലിയ കൈമാറ്റം ഇന്ന്, ഒരു വലിയ കൈമാറ്റം. നിങ്ങൾ പറയുന്ന വാക്ക് പോലെ നിങ്ങളുടെ തൊട്ടടുത്ത് ചേർന്ന് നിൽക്കുന്ന വ്യക്തിയുടെ മേലത് അങ്ങോട്ടും ഇങ്ങോട്ടും ചേർന്ന് നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ഇന്ന് പകൽ, ഇന്ന് പകൽ, ഇന്ന് പകൽ ഒരു നിന്റെ ജീവിതത്തിന്റെ ആയുസ്സിൽ ഇന്ന് വരെയും പ്രാർത്ഥിക്കുവാൻ കഴിയാത്ത വിധത്തിൽ ഇന്ന് പ്രാർത്ഥനയുടെ ആത്മാവ് കൊണ്ട്, പ്രാർത്ഥനയുടെ ആത്മാവ് കൊണ്ട്
പരിശുദ്ധാത്മാവ് നിങ്ങളെ നിറയ്ക്കുകയാ. ആത്മാവ് നിങ്ങളെ നിറയ്ക്കുകയാ. പുത്തൻ അഭിഷേകം കൈമാറുകയാ. പരിശുദ്ധാത്മാവിന് ശക്തി കൈമാറുകയാ. വായികളെ തുറന്ന് പ്രാർത്ഥിച്ച് ആത്മാവിൽ ദർശിക്കുന്നു. നിങ്ങളുടെ മേൽ ഒരു വലിയ ദൈവശക്തി വന്നിറങ്ങുന്നു. സഹോദരിമാർ, നിങ്ങളുടെ മേൽ ദൈവശക്തി വന്നിറങ്ങുന്നു. ഈ വലത് ഭാഗത്ത് നിൽക്കുന്ന സഹോദരിമാർ എല്ലാവർക്കും വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. ഈ സഹോദരിമാരുടെ മേൽ പരിശുദ്ധാത്മാവിന്റെ ശക്തി. അതെ, ഈ സഹോദരന്മാർക്ക് വേണ്ടി ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥിച്ച് നിർത്തുന്നവരായിട്ടല്ല, പ്രാർത്ഥിച്ച് തുടരുന്നവരായിട്ട്. ആത്മാവ് പ്രാർത്ഥിച്ച് നിർത്തുന്നവരായിട്ടല്ല, ആത്മാവിൽ പ്രാർത്ഥിച്ച് തുടരുന്നവരായിട്ട്. അന്യഭാഷകളിൽ നിങ്ങൾക്ക് ലഭിച്ച ഭാഷകളിൽ നിങ്ങൾ പ്രാർത്ഥിച്ചേ. ആ ശക്തി ഒരു വ്യക്തി നിന്ന് മറ്റൊരു വ്യക്തിയിലേക്ക് കൈമാറ്റം ചെയ്യപ്പെടുകയാ. Holy Spirit, I need you. Rest in me, Lord. Holy Spirit, Take me higher. Take me higher. Take me higher. Take me higher, Lord. Take me higher. Take me higher. യേശുവിന്റെ നാമത്തിൽ വെറുതെ സഹോദരന്മാരെ പ്രാർത്ഥിച്ച് പുതുഭാഷകൾ നീ പ്രാർത്ഥിക്കുവാൻ വായ്കളെ തുറക്കുമ്പോൾ തന്നെ ആത്മാവ് പറയുന്നു, പുതിയ ഭാഷകൾ കൊണ്ട്, പുതിയ ശക്തി കൊണ്ട് പത്രോസിന്റെയും യോഹന്നാന്റെയും ഭയത്തെ മാറ്റി കളഞ്ഞതുപോലെ ഒരു പുതിയ ധൈര്യം. പുതുഭാഷകൾ ലഭിക്കാത്തവർ ആ വായ്കളെ ഒന്ന് തുറന്നേ പ്രതികരിക്കുവാൻ തുടങ്ങിക്കേ. പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം നിങ്ങളുടെ മേൽ വന്നിറങ്ങുന്നു. Holy Spirit, Holy Spirit, I need you. Holy Spirit, Holy Spirit, I need you. Holy Spirit, Holy Spirit, Holy Spirit, I need you. Holy Spirit, Holy Spirit, പരിശുദ്ധാത്മാവിനെ നിറയെ. Holy Spirit, I need you. പരിശുദ്ധാത്മാവിനെ നിറയെ. പരിശുദ്ധാത്മാവിനെ ആത്മാവിൻ നിറയട്ടെ. Holy God. പരിശുദ്ധാത്മാവേ, അങ്ങേ ആവശ്യം
വ്യക്തികളിലേക്കും പരിശുദ്ധാത്മാവ് ഇറങ്ങി വരുന്നു. പരിശുദ്ധാത്മാവേ, 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 അങ്ങേ ആവശ്യം. Holy Spirit, ഓരോ വ്യക്തികളിലേക്കും നിങ്ങളിലേക്ക് പത്രോസിന്റെയും യോഹന്നാന്റെയും ഭയത്തെ എടുത്തു മാറ്റിയതും മറ്റാരുമല്ല, അവിടെ സാഹചര്യങ്ങളല്ല. അവരുടെ അകത്തു നിന്ന് ഭയത്തെ എടുത്തു കളഞ്ഞത്, അവരുടെ ഉള്ളിൽ നിറഞ്ഞു നിന്ന ആ ഭയത്തെ എടുത്തു കളഞ്ഞത് പരിശുദ്ധാത്മാവിന്റെ ശക്തി അവരുടെ മേൽ വ്യാപരിച്ചപ്പോഴായിരുന്നു. ഇന്ന് രാത്രി, ഇന്ന് പകലിൽ എന്നെ കേൾക്കുന്ന ദൈവത്തിന്റെ പൈതലേ, നിങ്ങളുടെ അകത്തേക്ക് നിങ്ങളുടെ അനുവാദം പോലും ചോദിക്കാതെ ഇറങ്ങി വരുന്ന പരിശുദ്ധാത്മാവ്, നിങ്ങളുടെ അനുവാദം ചോദിക്കാതെ, നിങ്ങളുടെ സാഹചര്യങ്ങളുടെ അനുവാദം ചോദിക്കാതെ നിങ്ങളിലേക്ക് ഇറങ്ങി വരുന്ന I need you. Holy Spirit, പരിശുദ്ധാത്മാവ് ഇറങ്ങുന്നല്ലോ. പരിശുദ്ധാത്മാവ് നിങ്ങളുടെ ഉള്ളിൽ ഭയമാണോ നിറഞ്ഞു നിൽക്കുന്നേ? നിങ്ങളുടെ ഉള്ളിൽ ഉത്കണ്ഠകളാണോ നിറഞ്ഞു നിൽക്കുന്നേ? നിങ്ങളുടെ ഉള്ളിൽ വെല്ലുവിളികളാണോ നിറഞ്ഞു നിൽക്കുന്നേ? എന്നാൽ ഈ പരിശുദ്ധാത്മാവ് ഇറങ്ങി വരുമ്പോൾ നിങ്ങളുടെ അകത്തു നിന്ന് വെല്ലുവിളികൾ പുറത്തു പോവുകയാ. തിരിച്ചു ചെന്ന് കഴിയുമ്പോൾ, ധ്യാനം കഴിഞ്ഞ് തിരിച്ചു ചെന്ന് കഴിയുമ്പോൾ സംഭവിക്കുന്നത് എന്താണെന്ന് അറിയാമോ? ഈ പരിശുദ്ധാത്മാവ് നിങ്ങളെ ശക്തരാക്കി. Holy Spirit, Holy Spirit, Holy Spirit, I need you more. Holy Spirit, Holy Spirit, Holy Spirit, I need you more. Thank you, Holy Spirit. നിങ്ങളുടെ ഉള്ളിൽ ഒരു ഭയം എൻ്റെ അകത്തുണ്ട്, ഒരു ഉത്കണ്ഠ എൻ്റെ അകത്തുണ്ട്. എൻ്റെ ജീവിതത്തെക്കുറിച്ച്, എൻ്റെ കുടുംബത്തെക്കുറിച്ച്, എൻ്റെ സാഹചര്യങ്ങളെക്കുറിച്ച് എൻ്റെ അകത്ത് എനിക്കൊരു ഭയമുണ്ട്, എനിക്കൊരു ഉത്കണ്ഠയുണ്ട്. അങ്ങനെയുള്ളവർ ഒന്ന് കരമുയർത്തിക്കേ. ആ കരമുയർത്തി എല്ലാവരും മുന്നിലോട്ട് വാ. ധൈര്യത്തോടെ Holy Spirit, Holy Spirit, ധൈര്യത്തിന്റെ ആത്മാവിനാണ് നിറയ്ക്കും. Holy Spirit, Spirit of boldness come, Lord. പരിശുദ്ധ I need you more. സാധാരണയിൽ കവിഞ്ഞ ധൈര്യത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ ശക്തി ആത്മാവിനാണ്. നിങ്ങളുടെ മേൽ മറ്റൊന്നിനു വേണ്ടിയല്ല നാം പ്രാർത്ഥിക്കുന്നത്. ധൈര്യത്തിന്റെ ആത്മാവിനാണ്. ധൈര്യത്തിന്റെ ആത്മാവിനാൽ ധൈര്യത്തിന്റെ ആത്മാവിനാണ്. എന്നെ നിറയ്ക്കണമേ. ഓരോ വായികളെ തുറന്ന് പ്രാർത്ഥിച്ച് ധൈര്യത്തിന്റെ ആത്മാവിനാൽ എന്നെ നിറയ്ക്കും. ഞങ്ങൾ നിങ്ങളിലേക്ക് പകരുകയും ധൈര്യത്തിന്റെ ആത്മാവിനാൽ ഓരോ വ്യക്തികളും വായികളെ തുറന്ന് പ്രാർത്ഥിക്കുവാൻ തുടങ്ങുക. ധൈര്യത്തിന്റെ ആത്മാവിനെ Come on, പ്രാർത്ഥിക്കൂ. അവിടെ ഇരിക്കുന്നവർ അവിടെ ഇരുന്ന് പ്രാർത്ഥിക്കൂ. ധൈര്യത്തിന്റെ ആത്മാവിനാൽ നിറയ്ക്കും. ഉത്കണ്ഠയുടെ ശക്തികൾ മാറും. നിങ്ങളെ വേട്ടയാടുന്ന സാഹചര്യങ്ങൾ, നിരാശയുടെ ആത്മാവ്, നിങ്ങളെ ഞെരുക്കുന്ന പ്രതിസന്ധികൾ, ആ വെല്ലുവിളികൾ വെറും സാധാരണക്കാരായ ആ പത്രോസും യോഹന്നാനും മാളിക മുറിക്കകത്ത് നിന്ന് അവർ പുറത്തു വന്നപ്പോൾ
അവരെ തടയുന്ന സാഹചര്യങ്ങൾ ഒരുപാട് അവരുടെ മുമ്പിലേക്ക് വന്നപ്പോൾ അവരെ കണ്ടവരെല്ലാവരും പറയുന്ന ഒരു കാര്യമുണ്ട്, ഇവർ സാധാരണക്കാർ എങ്കിലും ഇവരുടെ മേൽ ധൈര്യമുണ്ട്. നിങ്ങളെ കാണുന്ന ലോകം പറയുവാൻ പോവുകയാണ്, ലോകം നിങ്ങളെ കുറിച്ച് പറയുവാൻ പോവുകയാണ്, ഇവർ ധൈര്യമുള്ളവരാ. ധൈര്യത്തിന്റെ ആത്മാവ് കൊണ്ട് പരിശുദ്ധാത്മ നിറയ്ക്കണമേ. ആ ധൈര്യത്തിന്റെ ആത്മാവിനെ കൊണ്ട് പരിശുദ്ധാത്മ ഇപ്പോൾ നിറയ്ക്കണമേ. ധൈര്യത്തിന്റെ ആത്മാവിനാൽ ഓരോരുത്തരും നിറയട്ടെ. ധൈര്യത്തിന്റെ ആത്മാവിനാൽ നിറയ്ക്കുക. നീ വല്ലാതെ ഭയപ്പെടുന്നു, വല്ലാതെ മകളെ നീ ഭയപ്പെടുന്നു, ചുവടുകൾ ഉറയ്ക്കുവാൻ കഴിയാത്ത വിധത്തിൽ നീ ഭയപ്പെടുന്നു. എന്നാൽ ഒറ്റ സെക്കൻഡ് കൊണ്ട് നിന്റെ ചുവടുകളെ ഉറപ്പിക്കത്തക്ക വിധത്തിൽ പരിശുദ്ധാത്മാവിന്റെ ധൈര്യം നിന്റെ മേൽ ഇന്ന് ഈ പകൽ പരിശുദ്ധാത്മ കൈമാറുന്നു. കരങ്ങളെ അടിച്ച് വായ്കളെ തുറന്ന് ആത്മാവിൽ പുതിയ ശക്തി. Holy Spirit, I need you more. Holy Spirit, ഹല്ലേലൂയ. Holy Spirit, ഇന്ന് പകൽ നിങ്ങൾക്ക് എത്ര പേർക്ക് സന്തോഷമുണ്ട്? പോരാ, ആർത്ത് വിളിച്ച്. നിങ്ങളുടെ അകത്ത് ഭയമല്ല ഇപ്പോൾ ഉള്ളത്, പകരം എന്തുണ്ട്? എല്ലാവരും കരങ്ങൾ ഉയർത്തി പറയുക, ധൈര്യം. അടുത്തിരി കരം പിടിച്ചിട്ട് ധൈര്യം. എന്റെ അകത്ത് ധൈര്യം. പറ വാ തുറന്ന് പറ. എന്റെ അകത്ത് ഭയമല്ല, എന്റെ അകത്ത് ധൈര്യം. ഇതാരാ തന്നത്? ആര് തന്നു? ഇതെന്റെ ധൈര്യമല്ല, പിന്നെയോ പരിശുദ്ധാത്മാവാം ദൈവത്തിന്റെ ധൈര്യം. ആമേൻ. ഹല്ലേലൂയ. പിതാവേ, നിന്റെ ദയയ്ക്ക് ഞങ്ങൾ നന്ദി പറയും. നിരാശയ്ക്കും ഭയത്തിനും പകരം അങ്ങയുടെ ധൈര്യത്തിന്റെ ആത്മാവിനാണ് നീ ഞങ്ങളെ നിറച്ചതിന് ഞങ്ങൾ നന്ദി പറയും. നിന്റെ ജീവനിൽ ജീവിപ്പാൻ ഞങ്ങളെ സഹായിക്കും. യേശുവിൻ നാമത്തിൽ